വിളിച്ചു വിളിച്ചു വിളിക്കാൻ പാടില്ലാത്തവള് വിളിച്ചു കണ്ണനെ. അതെ, ഞങ്ങളവിടെ നിൽക്കുമ്പോഴാ ഒരുത്തിയുടെ ഫോൺ കോൾ വരുന്നേ. അച്ഛനില്ലാത്ത കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നവളെ. അവൾ എന്തിനാ വിളിച്ചത്? അവള് വിളിക്കുമ്പോളെ കൊറേ വിളിക്കുമ്പോ കണ്ണന്റെ മനസ്സ് വീണ്ടും ചായുവെന്നാ അവളുടെ വിചാരം. ദേ കൊച്ചേ, അങ്ങനെ ചായാനുള്ള അവസരം നീ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കരുത്. ഇപ്പോ നീ കണ്ണന്റെ മുറപ്പെണ്ണ് മാത്രമാ, നാളെ ഭാര്യയാകണം. അവള് പറയാ നിയമപരമായിട്ട് കണ്ണനുമായിട്ട് വേർപിരിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇനിയും വിളിക്കുമെന്ന്. ഞാനും ഇവനും കൂടെ വായി വരുന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. കണ്ണനും ദേഷ്യപ്പെട്ട് സംസാരിച്ചു. എന്നാലും നാണമില്ലല്ലോ അവൾക്ക്, അതുകൊണ്ടേ ഇനിയും വിളി തുടരും. അയ്യോ, പക്ഷെ മോളെ ദേ, അവൾ ഇനി എത്ര കിടന്ന് വിളിച്ചാലും ശരി കണ്ണന്റെ മനസ്സിനെ മാറാൻ പാടില്ല. ഇനി അവനൊരു ചാഞ്ചാട്ടം ഉണ്ടാവാൻ പാടില്ല. ദേ ദുർഗെ, ഈ മോൾ ഇവിടെ വന്നത് എന്തിനാണെന്ന് കണ്ണന് മനസ്സിലായല്ലോ. മനസ്സിലാക്കാതിരിക്കാൻ എന്താമ്മേ? ഇപ്പോ നമ്മൾ പറയേണ്ടതൊക്കെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലേ? എന്നാ പിന്നെ ദുർഗെ, ഇനി ആലോചിച്ച് സമയം കളയാതെ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ കല്യാണം അങ്ങ് ആലോചിക്കാം. എന്നിട്ട് ചടങ്ങ് നടത്താന്നേ. അതെങ്ങനെ പറ്റും അമ്മേ? ബന്ധം പിരിയാതെ കല്യാണം നടത്തിയ അത് വലിയ കേസാ. അവളാണെങ്കിൽ കണ്ണൻ ഉൾപ്പെടെയുള്ളവരെ കോടതിയിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലുവാ. എന്നാ പിന്നെ നിശ്ചയെങ്കിലും നടത്തി വെക്കാലോ. അത് തന്നെയല്ലേ ഞാൻ ഇപ്പൊ പറഞ്ഞേ. അത് തൽക്കാലം വേണ്ട മുത്തശ്ശി. അതെന്താ വേണ്ടാത്ത? ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം മോളെ. അതുകൊണ്ടല്ല, കണ്ണേട്ടന്റെ ചികിത്സ നടക്കുകയല്ലേ, ചിലപ്പോ കണ്ണേട്ടൻ ഇനി നടക്കാൻ പറ്റിയേക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ വീൽ ചെയറിൽ ഇരിക്കുന്ന ആളാണെന്നും പറഞ്ഞ് ആരും കളിയാക്കില്ലല്ലോ. മോളെ, കണ്ണന്റെ കാലിന് ചെറിയൊരു മാറ്റം ഉണ്ട് എന്ന് കരുതി പെട്ടെന്ന് അവൻ നടക്കൂന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ കാത്തിരുന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇപ്പോഴത്തെ ചൂടിന് എത്രയും പെട്ടെന്ന് അവരെ തമ്മിൽ വേർപിരിക്കണം ദുർഗേ. കണ്ണൻ വക്കീലല്ലേ ദുർഗേ, അപ്പൊ പിന്നെ അവനെ കൊണ്ട് തന്നെ കാര്യങ്ങൾ നടത്താലോ. അവളുടെ കൂടെ ഇപ്പൊ ഒരു വക്കീലുണ്ട്, രണ്ടാളും കൂടെ ഒരു ധാരണയിലെത്തട്ടെ. അതേ പറ്റിയൊക്കെ സീരിയസ് ആയിട്ട് ഇനി അവനോടൊന്ന് സംസാരിക്കണം. എപ്പോഴാ മാറുന്നെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും അങ്ങേർക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്നും കുടുംബജീവിതം അങ്ങേര് ആഗ്രഹിച്ച പോലെ നടക്കില്ല എന്നും മറ്റാരെക്കാളും നന്നായിട്ട് കണ്ണേട്ടന് അറിയാം. ആ നിലയ്ക്ക് ലക്ഷ്മി ചെയ്ത വലിയ തെറ്റല്ലെന്ന് തോന്നിപ്പോയാൽ അവള് വീണ്ടും ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട്, കുഞ്ഞിനെയും കൊണ്ട്. എങ്കിലേ അവളുടെ മുഖത്ത് ഞാൻ ചൂടുവെള്ളം കോരി ഒഴിക്കും എന്നൊക്കെ പറയാമെന്നല്ലാതെ നടക്കത്തില്ല ദുർഗേ. അവള് കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ദുർഗയ്ക്കും ദുർഗയുടെ മോനും അല്ല ഇവിടെ അധികാരമുള്ളത്. തറവാടിന്റെ പാതി ഇപ്പൊ അവളുടെ പേരിലാ, ബാക്കി പകുതി കണ്ണന്റെ കയ്യിലും. അങ്ങനെയുള്ളപ്പോ എന്റെ മോൾ ഉൾപ്പെടെ ഈ വീടിനകത്തുള്ളവരെല്ലാരും പുറത്തിറങ്ങി പോകേണ്ടി വരും. രണ്ടാളും കൂടെ ഒന്നിച്ചെന്നാ. ഞാൻ അവന്റെ രണ്ടാനമ്മയാ. അവന്റെ അമ്മ മരിച്ച ശേഷം ആ സ്ഥാനം ഏറ്റെടുത്തവളാ ഞാൻ. അങ്ങനെയുള്ള എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനേ ഒരു കോടതിയും പറയില്ല. ഇനിയിപ്പോ അത്തരം കാര്യങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാതെ എത്രയും പെട്ടെന്ന് സ്വാതിയും കണ്ണനെ ഒരുമിപ്പിക്കാൻ നോക്ക് ദുർഗേ. എന്റെ പൊന്നുമോളെ, നീ അവൻ നടന്നിട്ട് കല്യാണം കഴിക്കാനിരുന്നാലേ അവൻ നടക്കത്തുമില്ല, കല്യാണം ഒട്ടും നടക്കാനും പോകുന്നില്ല.